ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പതിവ് പോലെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോ ആയിട്ട് തന്നെയാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലുള്ള ക്യാനൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ക്യാനൊക്കെ കിട്ടുകയാണെങ്കിൽ ആരും വെറുതെ കളയാണ്ട് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ക്യാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടാം. അപ്പോൾ ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിൽ പൊടികളും പിന്നെ ധാന്യങ്ങളൊക്കെ കോരാൻ വേണ്ടിയിട്ട് നല്ലൊരു കരണ്ടിയായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് നമുക്ക് അടുക്കളയിൽ മാത്രമല്ല ഗാർഡനിൽ യൂസ് ചെയ്യും. നമുക്ക് മണ്ണൊക്കെ ചട്ടിയിലോട്ട് കോരി നിറയ്ക്കാനായിട്ട് ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഗാർഡനിൽ തന്നെ വളമൊക്കെ കോരാനായിട്ടും ഈ ഒരു കരണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി അരിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ അടുക്കളയിലെ ധാന്യങ്ങളൊക്കെ കോരിയെടുക്കാനുള്ള നല്ല സ്പൂൺ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പം അരിയൊക്കെ മിക്കപ്പോഴും എല്ലാവരും അളന്നിട്ട് എടുക്കുക. ഇതുപോലെ കോരിയെടുക്കാറില്ല. എന്നാൽ ഇതുപോലുള്ള ധാന്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഗോതമ്പ് പൊടി, മൈദപ്പൊടി അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതിലോട്ടൊക്കെ നമ്മൾ ഇതുപോലുള്ള സ്പൂൺ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പം ഇതിപ്പോ ഒരു ഉദാഹരണത്തിന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ പതിവായിട്ട് ഉപയോഗിക്കുന്ന ധാന്യങ്ങളിലൊക്കെ ഇതുപോലെ സ്പൂൺ ഉണ്ടാക്കിയിട്ട് ഈ ഒരു രീതിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്ത ടിപ്പ് നമുക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു രീതിയിലും യൂസ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന്റെ ആ ഒരു കോരുന്ന ഭാഗം നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പൊ അത് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സെന്ററിൽ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ നെടുകിയൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതായത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുക, അത്രേ വേണ്ടുള്ളൂ. ഇനി ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മുടെ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഒത്തിരി അധികം പാക്കറ്റ് ഒക്കെ കാണും അല്ലെ. അപ്പോൾ അത് നമ്മൾ പിടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഭയങ്കര പാടാണ്, നമ്മുടെ കൈയൊക്കെ വേദനിക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിഡ്ലൻ ടിപ്പാണിത്. ഇതുപോലെ കുറെ അധികം പാക്കറ്റ് ഒക്കെ നമുക്ക് പിടിച്ചു കൊണ്ടുവരാനുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ പിടിക്കുന്ന ടൈമിൽ നന്നായിട്ട് കൈയൊക്കെ വേദനിക്കും. പിന്നെ അത് മാത്രമല്ല നമ്മുടെ കയ്യിൽ ഒതുങ്ങുകയും ചെയ്യില്ല. അപ്പൊ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ച കാനിന്റെ പീസ് എടുത്തതിന് ശേഷം ഇതുപോലെ ആ ഒരു ഓപ്പൺ ചെയ്ത ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു കവറിന്റെ ഒക്കെ ഹാൻഡിൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ എത്രയൊക്കെ കവറാണ് ഉള്ളത് ആ ഒരു കവറിന്റെ ഒക്കെ ഹാൻഡിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പിടിച്ചോണ്ട് പോകാനായിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ നമ്മുടെ കയ്യിൽ എത്രത്തോളം പാക്കറ്റ് ആണ് ഉള്ളത് അതിന്റെയൊക്കെ ഹാൻഡിൽ ഇതുപോലെ ഈ ഒരു രീതിയിൽ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറെ അധികം പാക്കറ്റ് ഒക്കെ നമുക്ക് ഒരു കയ്യിൽ പിടിച്ചോണ്ട് പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ പ്ലാസ്റ്റിക് ക്യാനൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹാൻഡ് ബാഗിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വരുന്ന ടൈമിൽ ഇതുപോലെ പാക്കറ്റ് ഒക്കെ എടുക്കാനായിട്ട് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് എന്റെ കയ്യിലുള്ള മരുന്ന് കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള മരുന്ന് കുപ്പികൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണും അല്ലെ. അങ്ങനെ ഇതിലുള്ള മരുന്നൊക്കെ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കളയാറാണല്ലേ പതിവ്. അപ്പൊ അങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാതെ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേട്ടാ. നിങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടപ്പെടും. അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള മരുന്ന് കുപ്പി ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലുള്ള ഈ ഒരു വൈറ്റ് കളർ റിങ് ഞാൻ അഴിച്ചു മാറ്റുകയാണ്. അത് നമുക്ക് ഈസി ആയിട്ട് കത്രിക കൊണ്ടോ മറ്റോ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി ഒരു ഇയർബഡ്സ് എടുത്തതിന് ശേഷം അതൊരു വൈറ്റ് കളർ പെയിന്റിൽ മുക്കിയിട്ട് ഞാൻ ഇതുപോലെ ഡോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഫ്ലവറിന്റെ ഷേപ്പിലായിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കുപ്പിയുടെ എല്ലാ ഭാഗത്തുമായിട്ട് ഫ്ലവർ വരച്ചു കൊടുക്കാം. അങ്ങനെ ഈ ഒരു കുപ്പി മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ വൈറ്റ് കളർ ഡോട്ട് ഇട്ടതിന്റെ സെന്ററിലായിട്ട് യെല്ലോ കളർ വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലെ ഒരു ബോട്ടിൽ ലൈറ്റ് ആണ്. ഈ ഒരു ബോട്ടിൽ ലൈറ്റ് നമുക്ക് ഓൺലൈൻ ആയിട്ടൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ സ്ക്രീനിന്റെ താഴെയായിട്ട് ടാഗ് ചെയ്തേക്കാം കേട്ടോ. ഇനി ഈ ഒരു ലൈറ്റ് നമുക്ക് ഈ ഒരു കുപ്പിക്കുള്ളിലായിട്ട് താഴ്ത്തി കൊടുക്കാം.
ഇനി ഇത് അവസാനത്തെ ഭാഗം ഇതുപോലെ ക്ലോസ് ചെയ്ത് വെച്ചു കൊടുക്കാം. ഇപ്പൊ ഇത് നമുക്ക് മരുന്ന് കുപ്പി വെച്ചിട്ട് നല്ലൊരു ഡെക്കോർ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റൂമിലുള്ള ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഈ ഒരു ബോട്ടിൽ ലൈറ്റ് മാത്രം കത്തിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് നമ്മുടെ റൂമിലൊക്കെ ഡെക്കോർ പീസ് ആയിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമ്മളൊക്കെ ഒരു ഉപയോഗം ഇല്ലാന്ന് കരുതിയിട്ട് വലിച്ചെറിഞ്ഞ് കളയുന്ന മരുന്ന് കുപ്പി വെച്ചിട്ടാണ് ഇത്രയും നല്ലൊരു ഡെക്കോർ പീസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ കാലിയായ ഒരു ടിഷ്യൂ ബോക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ടിഷ്യൂ ബോക്സ് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഇത് സെന്ററിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ബോക്സിന്റെ സെന്ററിലായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടല്ല, ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന്റെ സെന്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഭാഗം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അടുത്ത സൈഡ് നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ ഒന്ന് വരച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ആ ഒരു സെന്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതിന്റെ രണ്ട് സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഇത് രണ്ട് സൈഡിലായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടിഷ്യൂ ബോക്സിനെ നേരെ ഇതുപോലെ ഓപ്പോസിറ്റ് ആയിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി ഈ ഓപ്പൺ ആയി കിടക്കുന്ന രണ്ട് സൈഡിലായിട്ട് നമുക്ക് കാർഡ്ബോർഡ് പീസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ ഗൺ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് കാർഡ്ബോർഡ് പീസ് ഇതിലോട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്ത സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ രണ്ട് സൈഡും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഗ്ലൂ ഗൺ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതുകൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിനെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഇതുപോലുള്ള പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഈ ഒരു ബോക്സിന്റെ അകത്തും പുറത്തുമായിട്ട് നമുക്ക് ഈ ഒരു പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ഇതാ ഒരു ബോക്സ് ഫുൾ ആയിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കാനായിട്ട് എന്റെ കയ്യിൽ ഈ ഒരു ഫ്ലവർ കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇത് നമ്മുടെ നല്ലൊരു ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ടിഷ്യൂ ബോക്സ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെന്ന് ആരും കണ്ടാൽ പറയില്ല കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ കയ്യിലെ പെന്നും പെൻസിലും ഒക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അത് മാത്രമല്ല ചെറിയ ചെറിയ ബുക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ബുക്സ് കൂടി നമുക്ക് ഇതിലോട്ട് വെച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതുപോലെ രണ്ട് നമ്മുടെ സ്റ്റഡി ടേബിളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ടേബിളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോസ് എല്ലാം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാനലും ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.